വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഈ മണിക്കൂറിൽ പോകുന്നത്. കൊല്ലം നീണ്ടകരയിൽ വ്യാജ ആധാർ കാർഡ് രേഖകളുമായി ബംഗ്ലാദേശികൾ പിടിയിൽ. മെലൻ ഖാൻ, മുഗൾ ഖണ്ഡൽ എന്നിവരാണ് പിടിയിലായത്. വ്യാജ ആധാർ കാർഡുമായി നിർമ്മാണ തൊഴിലാളികൾ എന്ന വ്യാജേന താമസിച്ചു വരികയായിരുന്നു. മിലിറ്ററി ഇന്റലിജൻസും ATS ചേർന്നാണ് പിടികൂടിയത്. വ്യാജ ആധാർ കാർഡ് രേഖകൾ ജനം TVക്ക് ലഭിച്ചു. വിവരങ്ങളുമായി MS വീണ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. വീണ, വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ, പശ്ചിമ ബംഗാളിലൊക്കെ ഇത് വളരെ വ്യാപകമാണ്, ബംഗ്ലാദേശികളുടെ ഈ അനധികൃത കുടിയേറ്റം എന്നുള്ളത്. പക്ഷേ നോക്കൂ, നമ്മുടെ കൊച്ചു കേരളത്തിലും ഇത് സംഭവിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവർ ഇവിടെ കഴിഞ്ഞു വന്നിരുന്നത്? എങ്ങനെയാണ് ഈ ആധാർ രേഖകളൊക്കെ കിട്ടുന്നത്? എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? നിലിമ, വളരെ പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ജനം TV ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അനധികൃത കുടിയേറ്റം നടത്തി വ്യാജ ആധാർ രേഖകളടക്കം നിർമ്മിച്ചുകൊണ്ട്, അതായത് ഭാരതീയരെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശികൾ ഇവിടെ അനധികൃതമായി താമസിച്ചു വരികയായിരുന്നു. കൊല്ലം നീണ്ടകരയ്ക്ക് സമീപമാണ് ഇത്തരത്തിൽ രണ്ടുപേർ താമസിച്ചു വന്നിരുന്നത്. ഈ രഹസ്യ അന്വേഷണത്തിന്റെ വിഭാഗം, അതായത് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗവും ATS ചേർന്ന് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. ആ പരിശോധന തന്നെയാണ് ഈ രണ്ടുപേരെയും ബംഗ്ലാദേശികളെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് പിടിയിലായിരിക്കുന്നത്. മെലൻ ഖാൻ, അതുപോലെ തന്നെ മുഗൾ ഖണ്ഡൽ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഈ രേഖകളിൽ നിന്ന് അടക്കം വ്യക്തമാകുന്നത് ഇവർ തെറ്റായിട്ടുള്ള ഒരു വിവരങ്ങൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ പുരുഷന്റെ ആധാർ രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ ആ തെളിവുകൾ അടക്കം ജനം TV ഇപ്പോൾ പുറത്തുവിടുകയാണ്. ആ രേഖകളിലടക്കം കൃത്യമായി തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഈ കാട്ടിൽ മേൽക്കതിൽ എന്നുള്ളൊരു അഡ്രസ്സാണ് അതിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ പരിശോധനയ്ക്ക് ശേഷം ഇവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അന്വേഷണ സംഘം, അതായത് മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗം തന്നെ ATS ഈ ഉദ്യോഗസ്ഥർ ഈ രണ്ടുപേരിൽ നിന്ന് വിശദാംശങ്ങൾ ചോദിച്ചപ്പോഴും മറ്റ് രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഇവർ ബംഗ്ലാദേശികളാണെന്ന് തിരിച്ചറിയുകയും ബംഗ്ലാദേശി സ്വദേശികളാണെന്ന് തെളിയിക്കുന്ന മറ്റ് രേഖകൾ പുറത്തു വരികയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. ഇവർ ഏതാനും നാളുകളായി കേരളത്തിൽ അനധികൃതമായി കുടിയേറ്റം നടത്തി താമസിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെയാണ് ഇവർ കേരളത്തിലേക്ക് എത്തിയത്? ഇവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള രേഖകൾ, വ്യാജ രേഖകൾ നിർമ്മിക്കുവാൻ സാധിച്ചത് എന്നുള്ള വലിയ ചോദ്യങ്ങൾ നിൽക്കുകയാണ്. ഇവർ കേരളത്തിലേക്ക് എത്തിയതിന് പിന്നിലെ കാരണം എന്താണ്? മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടാണോ ഇവർ എത്തിയതെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ എത്തുന്ന ബംഗ്ലാദേശികൾക്ക് ആരാണ് ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള രേഖകൾ നിർമ്മിച്ചു കൊടുക്കുന്നത്? അത് കേരളത്തിനകത്താണോ പുറത്താണോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ആ രേഖകളിൽ തന്നെ വ്യക്തമാണ് ഈ വ്യാജ ആധാർ രേഖകളിലടക്കം ഈ മലയാളത്തിലുള്ള പേരും മറ്റു വിവരങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഈ മുകളിന്റെ ആധാർ രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലാണ് നൽകിയിരിക്കുന്നത്. ആ രേഖകൾ നമുക്ക് വായിച്ചെടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവർക്ക് നൽകിയിരിക്കുന്ന അഡ്രസ്സ് അതും വ്യാജമായിട്ടുള്ളൊരു അഡ്രസ്സ് തന്നെയെന്നാണ്. ഒറ്റ നോട്ടത്തിൽ അത് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ വ്യാജമായി തയ്യാറാക്കിയ ഒരു ആധാർ രേഖയാണെന്ന് കൃത്യമായി മുഗൾ ഖണ്ഡലിന്റെ ആധാർ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. പക്ഷേ ഈ മെലൻ ഖാന്റെ ആധാർ കാർഡുകൾ പരിശോധിക്കുമ്പോൾ മലയാളത്തിൽ നൽകിയിരിക്കുന്നതാണ്. കേരളത്തിലെ തന്നെ, കൊല്ലത്തെ തന്നെ ഒരു അഡ്രസ്സും മറ്റ് സ്ഥലങ്ങളുടെ, അറിയപ്പെടുന്ന ഒരു സ്ഥലത്തിന്റെ പേരുമൊക്കെ നൽകുമ്പോൾ സ്വാഭാവികമായും സംശയം തോന്നും. ഇയാൾ ജോലി അന്വേഷിച്ചെത്തിയ ആളാണോ, അതോ അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്ന ഏതാനും നാളുകൾ അല്ലെങ്കിൽ വർഷങ്ങളായി കേരളത്തിൽ താമസിക്കുന്ന ആളാണോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. വിശദമായ പരിശോധനയിൽ തന്നെയാണ് ഇവർ ബംഗ്ലാദേശികളെന്ന് തിരിച്ചറിഞ്ഞത്. നിർമ്മാണ തൊഴിലാളികളെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വ്യാജമായിട്ട് അത്തരത്തിലുള്ള വ്യാജ രേഖകൾ ചമച്ചുകൊണ്ട് അത്തരത്തിൽ കെട്ടിച്ചമച്ച കഥകൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ താമസിച്ചു വന്നതെന്നുള്ളതാണ്. സ്വാഭാവികമായി ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലം അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ തന്നെ താമസിച്ച് സാധാരണ ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ട് മറ്റെന്തെങ്കിലും ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഇവർ ഏർപ്പെട്ടിരുന്നോ എന്നുള്ള കാര്യവും പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും ഇനി വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും തുടരുക. ഈ രണ്ടുപേര് മാത്രമാണ്. കാരണം ഈ പശ്ചിമ ബംഗാളിലും അതുപോലെ മഹാരാഷ്ട്രയിലുമൊക്കെ ഈ അനധികൃത കുടിയേറ്റക്കാരെ ദിനം പ്രതി എന്നോണം അവിടെ നിന്നും ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഡിറ്റൻഷൻ സെന്ററുകളിലേക്കൊക്കെ മാറ്റുന്ന ഒരു നടപടികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നത് ഈ സമയത്ത് ഈ അനധികൃത കുടിയേറ്റക്കാരെ ഈ സംസ്ഥാനങ്ങളൊക്കെ കണ്ടെത്തുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് തമിഴ്നാട്, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഈ കുടിയേറ്റം കുറെ കൂടി വ്യാപകമാകാൻ ഇടയുണ്ട് എന്നതായിരുന്നു. കാരണം പശ്ചിമ ബംഗാളും മഹാരാഷ്ട്രയും ഒക്കെ കാണിക്കുന്ന ഒരു ജാഗ്രത ഇക്കാര്യത്തിൽ
ഈ കേരള സർക്കാരായാലും കർണാടക സർക്കാരായാലും തമിഴ്നാട് സർക്കാരായാലും കാണിക്കാത്ത ഒരു കാര്യമുണ്ട്. അത് നമുക്കറിയാം. ഈ മൈനോറിറ്റി വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഒരു മനോഭാവമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിലിറ്ററി ഇന്റലിജൻസ് അടക്കം നടത്തിയ ഒരു പരിശോധനയിലാണ് ഇവരെ കണ്ടെത്തിയത് എന്ന് പറയുമ്പോൾ വ്യാപകമായ ഒരു അന്വേഷണത്തിലേക്ക് കേരളത്തിൽ ഉടനീളം ഇത് വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യം കാണുന്നില്ലേ? തീർച്ചയായും നീലിമ പറഞ്ഞത് വളരെ വാസ്തവം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങൾ, അനധികൃത കുടിയേറ്റങ്ങൾ വരുമ്പോൾ അതിനെതിരെ ജാഗരൂകരായി പ്രവർത്തിക്കേണ്ടത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തന്നെയാണ്. ഇത്തരത്തിൽ മിലിറ്ററി ഇന്റലിജൻസിന്റെ ഇടപെടൽ മൂലം മാത്രമാണ് ഇവർ ഇത്തരത്തിൽ ഇവിടെ എത്തിയെന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവർ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് കുടിയേറ്റം നടത്തി അനധികൃതമായി ഇവിടെ താമസിച്ചു വരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതും പരിശോധനയിലൂടെ ഇവരെ കണ്ടെത്താൻ സാധിച്ചതും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ജാഗ്രത വേണ്ടിവരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടർ ദിവസങ്ങളിലും കൈക്കൊള്ളുമ്പോൾ നിലവിൽ ചവറ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഒട്ടാകെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇവർക്കൊപ്പം ഈ പുരുഷനും സ്ത്രീയും ഇവർ രണ്ടുപേരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. ഇവർക്കൊപ്പം എത്തി ആരെങ്കിലും കേരളത്തിന്റെ മറ്റ് ഇടങ്ങളിൽ താമസിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരണം. അത്തരത്തിൽ എത്തിയവർ ഇവരുടെ കൂട്ടാളികളായിട്ടുണ്ടോ അല്ലെങ്കിൽ ദേശവിരുദ്ധ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നുണ്ടോ, ഇവർ കേരളത്തിലേക്ക് എത്തിയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ, എന്തിനാണ് ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറാൻ അവർ കേരളത്തെ തന്നെ തിരഞ്ഞെടുത്തതിന് പിന്നിലെ കാരണം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സമഗ്രമായ ഒരു അന്വേഷണത്തിന് വഴിവെച്ചേക്കാവുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ജനം TV പുറത്തുവിട്ടിരുന്നത്.